പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 186 വചനം, ആയത്തു ദുആഇൻ്റെ വചനം, അതാണ് പഠിച്ചു വരുന്നത്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ എന്ന ആയത്തിന് അവതരണ പശ്ചാത്തലമായി പറയപ്പെട്ടത്, അവിടെ ആ ആയത്ത് അവതീർണമായത്, പിന്നെ ആയത്തുമായി ബന്ധപ്പെട്ട ചില പദപ്രയോഗങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഏറെ ശ്രദ്ധേയമായ, പഠനാർഹമായ പല വിഷയങ്ങൾ പ്രതിപാദ്യമായ വചനമാണ് ഈ ഒരു വചനം. അതിൽ ഇനിയും നമുക്ക് ചിലത് ഈ ഭാഗത്ത് മനസ്സിലാക്കുവാനുണ്ട്. ഈ എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ അത് തുടർന്ന് പഠിക്കാം. വഇദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് എൻ്റെ ദാസന്മാർ താങ്കളോട് ചോദിച്ചാൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ചോദ്യം എന്ത്? അത് മുബ്ഹമാണ്, അവ്യക്തമാണ്. പക്ഷേ താങ്കളോട് ചോദിച്ചാൽ എന്ന ഷർത്തിൻ്റെ ജവാബ് ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ, അത് വിശദമായി വന്നു. ഫഇന്നി ഖരീബ്, അത് ജവാബിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ, ദുആ ചെയ്യുന്നവൻ്റെ ദുആ, അതിന് ഞാൻ ഉത്തരമേകും. ഇദാ ദഅനി, അവൻ എന്നോട് ദുആ ചെയ്താൽ. അപ്പോൾ ഇവിടെ ജവാബ് മുഫസ്സലാണ്, വ്യംഗ്യമല്ല, വ്യക്തമാണ്, വിശദീകരിക്കപ്പെട്ടു. ചോദ്യമോ വ്യംഗ്യമാണ്, വിശദീകരിക്കപ്പെട്ടില്ല. പണ്ഡിതന്മാർ പറയുന്നത് അന്ന സുആൽ മതാ കാന മുബ്ഹമൻ വൽ ജവാബു മുഫസ്സലൻ ദല്ലൽ ജവാബു അല അന്നൽ മുറാദ മിൻ ദാലികൽ മുബ്ഹം ഹുവ ദാലികൽ മുഅയ്യൻ എന്നാണ്. എന്താ പറഞ്ഞത്? ചോദ്യം വ്യംഗ്യം, ഉത്തരം വിശദീകരിക്കപ്പെട്ട് വ്യക്തം. അപ്പോൾ ഈ വ്യംഗ്യമാക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കപ്പെട്ടതാണെന്ന് നിർണിതമായി എന്നാണ്. എന്ന് പറഞ്ഞാൽ വഇദാ സഅലക, താങ്കളോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞില്ലേ, എന്താ ചോദിക്കപ്പെട്ടത്? അള്ളാഹു ഖരീബാണോ അതല്ല ബഈദാണോ, സമീപസ്ഥനാണോ അതല്ല വിദൂരസ്ഥനാണോ, അത് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ, ചോദിച്ചാൽ ഉത്തരം ലഭിക്കുമോ? കാരണം നോമ്പിൽ ചില വീഴ്ചകൾ വന്നവരുടെ പശ്ചാത്താപവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ചോദ്യം. അപ്പോൾ തങ്ങൾക്ക് ഉത്തരം ലഭിക്കുമോ, പശ്ചാത്താപം സ്വീകരിക്കപ്പെടുമോ എന്നതും ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിശദമായ ഉത്തരം, അതാണ് ചോദ്യം എന്നത് നിർണിതമാണ് എന്നാണ് ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്. ചോദ്യം വിശദീകരിക്കപ്പെട്ടില്ല, ഉത്തരം വിശദമായി വന്നു. ആ വിശദമായി വന്ന ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കാം വ്യക്തമാക്കപ്പെടാത്ത ചോദ്യം, അതാണ് മുഅയ്യൻ. വ്യക്തമാക്കപ്പെടാത്ത ചോദ്യം ഏത്? ഉത്തരത്തിൽ തെളിഞ്ഞ വിഷയങ്ങൾ, അതാണ് ചോദിക്കപ്പെട്ടത്, അത് മാത്രമാണ് ചോദിക്കപ്പെട്ടത് എന്നത് മനസ്സിലാക്കാം. ഇതാണ് പണ്ഡിതന്മാർ പറയുന്ന ഇവിടെ ഒരു മസ്അല. അള്ളാഹു ഖരീബാണോ, ചോദിച്ചാൽ അള്ളാഹു കനിയുമോ, ഈ രണ്ട് കാര്യങ്ങൾ, അത് പണ്ഡിതന്മാർ ഇവിടെ ഉണർത്തിയ ഒരു മസ്അലയാണ്. മറ്റൊന്ന്, ചില മുഫസ്സിറുകൾ ഇവിടെ ഉണർത്തിയത്, വിശുദ്ധ ഖുർആനിൽ വന്ന സുആലും ജവാബും അത് പലതുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അതിൽ ഉസൂലിയായ വിഷയങ്ങൾ, അടിസ്ഥാനപരമായ വിഷയങ്ങൾ, അതേപോലെ തന്നെ ഫുറൂഇയായ വിഷയങ്ങൾ, കർമ്മപരമായ വിഷയങ്ങൾ ഒക്കെ ഈ ചോദ്യോത്തരങ്ങളിൽ വിഷയീഭവിച്ചിട്ടുണ്ട്. ഇമാം അൽ ഫഖ്റുർ റാസിയെ പോലുള്ളതായ മുഫസ്സിറുകൾ തഫ്സീറുകളിൽ വിശുദ്ധ ഖുർആനിൽ വന്ന ചോദ്യങ്ങളെ, അതിന് നൽകപ്പെട്ട ഉത്തരങ്ങളെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചോദ്യങ്ങളുടെ പ്രത്യേകത, ഉത്തരങ്ങളുടെ പ്രത്യേകത, ഇതൊക്കെ പ്രത്യേകം നിരീക്ഷിച്ചു
പല സ്ഥലങ്ങളിലാണ്, പല വചനങ്ങളിലാണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കത് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഇനി നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിക്കാനിരിക്കുന്ന 6 ആയത്തുകൾ. യസ്അലൂനക അനിൽ അഹില്ല, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെക്കുറിച്ച് താങ്കളോട് അവർ ചോദിക്കുന്നു. ഖുൽ ഹിയ മവാഖീതു ലിന്നാസ് വൽ ഹജ്ജ്, താങ്കൾ പറയുക അവ ജനങ്ങൾക്ക് സമയം നിർണയിക്കാനും ഹജ്ജ് നിർണയിക്കാനുമുള്ള ഉപാധികളാണ്. യസ്അലൂനക മദാ യുൻഫിഖൂൻ, തങ്ങൾ എന്ത് ചെലവഴിക്കണമെന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു. ഖുൽ, താങ്കൾ പറയുക മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബൂൻ. കണ്ടാ, ഇവിടെ ചോദ്യവും സ്വാലും പിന്നെ അതിൻ്റെ ജവാബുമാണ്. ഇതേപോലെ യസ്അലൂനക അനി ശഹ്രിൽ ഹറാം ഖിതാലിൻ ഫീഹി ഖുൽ ഖിതാലുൻ ഫീഹി കബീർ. ചോദ്യം യസ്അലൂനക അനി ശഹ്രിൽ ഹറാമി ഖിതാലിൻ ഫീഹി, ഉത്തരം ഖിതാലുൻ ഫീഹി കബീർ, അതിനിടയിൽ ഖുൽ, താങ്കൾ പറയുക. ഇതേപോലെ യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, സുആലാണ്, ചോദ്യമാണ്, ഉത്തരം ഫീഹിമ ഇസ്മുൻ കബീറു വ മനാഫിഉ ലിന്നാസ്, പക്ഷേ ഉത്തരം ഖുൽ, താങ്കൾ പറയുക. വയസ്അലൂനക അനിൽ യതാമ ഖുൽ ഇസ്ലാഹുൽ ലഹും ഖൈർ. കണ്ടാ, യസ്അലൂനക അനിൽ യതാമ, ചോദ്യം ഇസ്ലാഹുൽ ലഹും ഖൈർ, ഉത്തരം അത് ഖുൽ, താങ്കൾ പറയുക. ഇങ്ങനെ വയസ്അലൂനക അനിൽ മഹീദ് ഖുൽ ഹുവ ആദൻ ഫഅതസിലുൻ നിസാ, യസ്അലൂനക മാദാ ഉഹില്ല ലഹും ഖുൽ ഉഹില്ല ലക്കുമുത് ത്വയ്യിബാത്ത്, യസ്അലൂനക അനിസ് സാഅത്തി അയ്യാന മുർസാഹാ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി. ഇതൊക്കെ തുടക്കം ചോദ്യങ്ങളാണ്, ഒടുക്കം ഉത്തരങ്ങളാണ്. അവർ താങ്കളോട് ചോദിക്കുമ്പോൾ ഖുൽ, താങ്കൾ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടാണ് പറയുന്നത് താങ്കൾ ഉത്തരം പറയുക എന്നുള്ളത്. ഖുൽ, ഇത് വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിലാണ്. ഇവിടെ നോക്കി, യസ്അലൂനക കഅന്നക ഹഫിയുൻ അൻഹ ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, യസ്അലൂനക അനിൽ അൻഫാൽ ഖുൽ അൽ അൻഫാലു ലില്ലാഹി വർ-റസൂൽ, വയസ്അലൂനക അനിർ റൂഹ് ഖുൽ അർ-റൂഹു മിൻ അംരി റബ്ബി, വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ. നോക്കി നിങ്ങൾ, എത്ര ആയത്തുകൾ! ഇതൊക്കെ ശുദ്ധ ഖുർആനിലെ വിവിധ സൂറത്തുകളിൽ വിവിധ സൂക്തങ്ങളിൽ, അതിൽ ഒരു സൂക്തത്തിൽ മാത്രം സൂറത്ത് ആറാഫിൽ 2 തവണ ആവർത്തിച്ചു വന്നു. ചോദ്യം ആളുകൾ ചോദിക്കുന്നു, അതിനൊക്കെയുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് നൽകാൻ ഖുൽ എന്ന് പറഞ്ഞ് കൽപ്പിക്കുന്നു. ഇതാണ് പൊതുവെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിലുള്ള അള്ളാഹുവിൻ്റെ ശൈലി. യസ്അലൂനക അനിസ് സാഅത്തി അയ്യാന മുർസാഹ ഫീമ അൻത മിൻ ദിക്റാഹ, ഇവിടെ മാത്രം ഖുൽ എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല. എന്നാൽ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ശൈലി നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആനിൽ വേറെയും ചോദിച്ച ശൈലികളുണ്ട്. ഈ യസ്അലൂനക അല്ലെങ്കിൽ വയസ്അലൂനക എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു മറുപടി നൽകിപ്പിച്ച ഇതുപോലെ യസ്തഫ്തൂനക, താങ്കളോട് അവർ ഫത്വ ചോദിക്കുന്നു. ഖുൽ, താങ്കൾ പറയുക അല്ലാഹു യുഫ്തീക്കും ഫിൽ കലാല, കലാലത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ഫത്വ നൽകുന്നു. അവിടെ ഉത്തരം ജവാബ് ഖുൽ, താങ്കൾ പറയുക. അതേപോലെ വയസ്തംബിഊനക അഹഖുൻഹു, അന്ത്യനാൾ അത് യാഥാർത്ഥ്യമാണോ എന്ന് അവർ താങ്കളോട് വിവരം ചോദിക്കുന്നു. വയസ്തംബിഊനക, അവിടെ യസ്അലൂനക എന്നല്ല, യസ്തംബിഊനക വിവരം അന്വേഷിക്കുന്നു, ചോദിക്കുന്നു. ഖുൽ, താങ്കൾ പറയുക ഈ വറബ്ബി ഇന്നഹു ലഹ്ഖുൻ. കണ്ടാ, അവിടെയും ഖുൽ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ എത്ര ആയത്തുകൾ! ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുആൽ പരാമർശിച്ചു, ജവാബും പരാമർശിച്ചു. ചോദിച്ച വിഷയങ്ങളിൽ വിശ്വാസപരമായ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ യസ്അലൂനക അനിർ റൂഹ് വിശ്വാസപരമായ വിഷയമാണ്.
അതേപോലെ യസ്അലൂനക അനിൽ ജിബാൽ, യസ്അലൂനക അനിസ്സാ, യസ്അലൂനക കഅന്നക ഹഫിയ്യുൻ അൻഹ, ഇതൊക്കെ വിശ്വാസപരമായ വിഷയങ്ങളാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് മറുപടി പറയിപ്പിക്കുന്നത്. ഇതിൽ കർമ്മപരമായ വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഉദാഹരണം, അഹിലയെക്കുറിച്ച് ചോദിക്കുന്നു, മാദാ യുൻഫിഖൂൻ, എന്ത് ചെലവഴിക്കണമെന്ന് ചോദിക്കുന്നു. അഷ്ഹരിൽ ഹറാം ഖിതാലിൻ ഫീഹി, വിശുദ്ധ മാസത്തിൽ യുദ്ധത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഖംർ, മൈസിർ, അതിനെക്കുറിച്ച് ചോദിക്കുന്നു. സ്വഭാവപരമായി കർമ്മപരമായി ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങൾ, അതൊക്കെയാണ് പല വചനങ്ങളിലും വിഷയങ്ങൾ. അപ്പോൾ വിശ്വാസപരമായ വിഷയങ്ങളിലും കർമ്മപരമായ വിഷയങ്ങളിലും ഒക്കെ ചോദ്യം വിശുദ്ധ ഖുർആനിൽ വന്നു. അതിൻ്റെ മറുപടിയും വന്നു. പക്ഷേ മറുപടി അള്ളാഹു നേരിട്ടല്ല പറയുന്നത്, പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയാണ്, ഖുൽ, താങ്കൾ പറയൂ എന്ന്. 3 നിലക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നു. 3 നിലക്ക്. അതിലൊന്ന് യസ്അലൂനക അനിൽ അഹില്ല, ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, ഇങ്ങനെ ഖുൽ. മറ്റൊന്ന് വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, ഫഖുൽ, അവിടെ ഫ വന്നു. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ പർവ്വതങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചാണ് അവർ താങ്കളോട് ചോദിക്കുന്നത്. അവിടെ ഫ കുൽ, ഫ വന്നു കുൽ എന്നതിന് മുമ്പിൽ. ഉടനടി തഖീബിൻ്റെ ഫ എന്നാണ് പറയാം, മറുപടി നൽകാനാണ്. ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, റബ്ബ് പർവ്വതങ്ങളെ തകർക്കും, പൊടിയാക്കും, ധൂളികളാക്കും. അത് അവിടെ ഫഖുൽ എന്ന് ഫ ചേർന്ന് വന്നുകൊണ്ട് ഉള്ള ശൈലിയാണ് മറുപടിയിൽ. 3ാമത് മറുപടി കൊടുക്കുന്ന വിഷയം, അതാണ് നമ്മളുടെ വിഷയം, നമ്മുടെ വചനത്തിൻ്റെ വിഷയം. വഇദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് എൻ്റെ അടിയാന്മാർ താങ്കളോട് ചോദിച്ചാൽ, അവിടെ ഫഖുൽ എന്നുമില്ല, ഖുൽ എന്നുമില്ല, പിന്നെ എന്താണുള്ളത്? ഫഇന്നി ഖരീബുൻ, തീർച്ചയായും ഞാൻ ഏറെ അടുത്താകുന്നു, ചാരത്താകുന്നു, സമീപസ്ഥനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജവാബ് നേരിട്ട് നൽകുകയാണ്. ചില മുഫസ്സിറുകൾ അവിടെ ഖുൽ എന്നുള്ളത് മുഖദ്ദറാണ്, സാങ്കല്പികമാണ്. എന്നെക്കുറിച്ച് ചോദിച്ചാൽ താങ്കൾ പറയുക ഫഇന്നി ഖരീബ് എന്ന്, അങ്ങനെ ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉത്തരം പറയാൻ കൽപ്പിക്കാതെ സ്വയം അള്ളാഹു ഉത്തരം ഏറ്റെടുത്ത് അത് പറയുകയാണ്. അതിലൊരു പൊരുളുണ്ട്. അതെന്താ? ഇമാം റാസി, അൽ ഫഖ്റുർ റാസി തഫ്സീറിൽ പറയുകയാണ്, അമ്മ സൂറത്തു സാലിസത്തു വഹിയ ഫി ഹാദിഹിൽ ആയ, 3ാമത്തെ രൂപം അഥവാ ഉത്തരം നൽകുന്നതിൽ 3ാമത്തെ രൂപം. 1-2 രൂപങ്ങൾ നമ്മൾ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സുആല് വന്നു, ജവാബ് വന്നു. ഉത്തരം നൽകുമ്പോൾ ഖുൽ എന്ന് പറഞ്ഞാണ് ഉത്തരത്തിൻ്റെ ഒരു രൂപം. 2ാമത്തെ രൂപം ഫഖുൽ എന്ന് പറഞ്ഞാണ്. 3ാമത്തെ രൂപം ഇമാം റാസി പറയാണ് വഹിയ ഫി ഹാദിഹിൽ ആയ, അത് നമ്മുടെ ഈ ആയത്തിൽ ആണുള്ളത്. ഖാൽ, അള്ളാഹു പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് വലം യഖുൽ ഫഖുൽ ഇന്നി ഖരീബ്. ഇവിടെ അള്ളാഹു പറഞ്ഞില്ല ഫഖുൽ ഇന്നി ഖരീബ്, താങ്കൾ പറയൂ തീർച്ചയായും ഞാൻ ചാരത്തുണ്ട്, സമീപസ്ഥനാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫതദുല്ലു അലാ തഅദീമി ഹാലി ദുആഇ മിൻ വുജൂഹിൻ. അപ്പോൾ ഈ വചനം ദുആന്റെ അവസ്ഥക്കുള്ള മഹത്വത്തെ പല നിലക്കറിയിക്കുന്നു. അൽ അവലു, ആ പല നിലകളിൽ ഒന്ന്, കഅന്നഹു സുബ്ഹാനഹു വ തആല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ, എന്ത്? അബ്ദി, എൻ്റെ ദാസ, എൻ്റെ അടിമ, അൻത ഇന്നമാ തഹ്താജു ഇലൽ വാസിത, തീർച്ചയായും നീ വാസിതത്ത് ആവശ്യമുള്ളവനാണ്. ഫി ഗൈരി വഖ്തി ദുആ, ദുആഇൻ്റെ വഖത്ത്, സമയം ഒഴികെയുള്ളതിൽ.
ദുആൻ്റെ സമയം ഒഴിച്ചുള്ള എല്ലാ അവസ്ഥയിലും മധ്യസ്ഥത ആവശ്യമുള്ളവൻ ആണ് നീ. അമ്മ ഫി മഖാമി ദുആ, എന്നാൽ ദുആഇൻ്റെ സ്ഥാനത്ത് ഫലാ വാസിതത ബൈനി വബൈനക്, എൻ്റെയും നിൻ്റെയും ഇടയിൽ യാതൊരു വാസിതയും മധ്യസ്ഥതയും ഇടയാളനും ഇല്ലേ ഇല്ല എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ട് അള്ളാഹു ഇവിടെ സുആലിൻ്റെയും ജവാബിൻ്റെയും ഇടയിൽ ഫഖുൽ എന്ന് പറഞ്ഞില്ല? എത്ര വചനങ്ങൾ നമ്മളിവിടെ വായിച്ചു. സുആലിനും ജവാബിനും ഇടയിൽ ഖുൽ എന്നാണ്, ഒരിടത്ത് ഫഖുൽ എന്നാണ്. പക്ഷേ ദുആഇൻ്റെ മഖാമിൽ നമുക്കിടയിൽ, എനിക്കും നിനക്കുമിടയിൽ അടിയാനെ വിളിച്ച് അള്ളാഹ് പറയാണ് യാതൊരു വാസിത്തയും ഇല്ലേ ഇല്ല എന്നാണ്. അതിവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് പല മുസ്ലിമീങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന വിഷയത്തിൽ, ഈ വിഷയത്തിൽ തികഞ്ഞ പരാജയത്തിലാണ്. അള്ളാഹുവിലേക്ക് ഇടയാളന്മാരെ, മധ്യവർത്തികളെ അന്വേഷിക്കുന്ന, തേടുന്ന മുസ്ലിമീങ്ങളാണ്. നേരിട്ട് അള്ളാഹുവിനോട് തേടിയാൽ, ദുആ ചെയ്താൽ നമ്മൾ പാപികളാണ്, നമ്മൾ ദോഷികളാണ്, കുറ്റവും കുറവും ഉള്ളവരാണ്, നേരിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ യോഗ്യരല്ല, അർഹരല്ല, അതുകൊണ്ട് ഇടയാളന്മാർ വേണം, മധ്യവർത്തികൾ വേണം. എന്നിട്ട് ഇടയാളന്മാരിലൂടെ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഉയർത്തുന്ന, അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ സമർപ്പിക്കാൻ മധ്യവർത്തികളെ തേടുന്ന ദുരവസ്ഥ ജാഹിലിയത്തിലെ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്നത് പോലെ പല മുസ്ലിമീങ്ങളും അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ, അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്ന ഇസ്തിഗാസയിൽ, സഹായത്തേട്ടത്തിൽ അകപ്പെട്ടു പോയി. പലരും ഇതുപോലെ നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ അവർക്ക് വിശ്വാസമല്ല. അവർക്ക് ഇടയാളന്മാർ വേണം, മധ്യവർത്തികൾ വേണം, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, മലക്കുകൾ, ഇങ്ങനെ തുടങ്ങി പലരെയും മധ്യവർത്തിയാക്കി എന്നിട്ട് അവരിലൂടെ തേടുന്ന, പലരുടെയും ഹക്ക്, ജാഹ്, ബർക്കത്ത് ഇതുകൊണ്ട് തേടുന്ന ദുരവസ്ഥ. നമ്മൾ ഇമാം അബു ഹനീഫത്തുൻ നുഅ്മാനെ, അതേപോലെ തന്നെ അബൂ യൂസുഫ് യാക്കൂബിനെ, അതേപോലെ മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനിയെ റഹ്മത്തുള്ളാഹി അലൽ ജമീ കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കുകയുണ്ടായി. യുക്രഹു അൻ യസ്അല അല്ലാഹ ഇല്ലാ ബിഹഖിഹി, അള്ളാഹുവോട് അള്ളാഹുവിൻ്റെ ഹക്ക് കൊണ്ടല്ലാതെ ചോദിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞാൽ അത് പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ് എന്ന അർത്ഥത്തിൽ പ്രയോഗം വന്നത്. അതിൻ്റെ വിശദീകരണവും നമ്മൾ കേൾക്കണ്ടായി. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു വിഷയം, ഈ ഒരു പ്രയോഗത്തിലൂടെ പണ്ഡിതന്മാർ ഉണർത്തിയത്, പ്രത്യേകിച്ച് അൽ ഫഖ്റുർ റാസിയെയും അദ്ദേഹത്തിൻ്റെ തഫ്സീറിനെയും ഒക്കെ അംഗീകരിക്കുന്ന ആൾ വിഭാഗം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാലാണ് ഈ കാര്യം ഇവിടെ ഒന്ന് അല്പം വിശദീകരിച്ചത്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, ചോദ്യത്തിനുള്ള അള്ളാഹുവിൻ്റെ ജവാബിൽ അള്ളാഹു പറഞ്ഞത് ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ എന്നാണ്. ഇവിടെ ഈ ഫഇന്നി ഖരീബുൻ എന്നതിൽ ഖരീബ് എന്നത് അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമാണ്. മിൻ അസ്മാഇല്ലാഹിൽ ഹുസ്ന, അതിൽപ്പെട്ടതാണ് അൽ ഖരീബ്. ഇങ്ങനെ അള്ളാഹ്ക്കൊരു നാമമുണ്ട് എന്ന് അറിയിക്കുന്ന വചനമാണ് നമ്മുടെ ഈ വചനം ഫഇന്നി ഖരീബ്. സൂറത്ത് ഹൂദിൻ്റെ 61 അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബു ഇലൈഹി ഇന്ന റബ്ബി ഖരീബും മുജീബ് എന്ന്. വൈലാ സമൂദ അഖാഹും സാലിഹ ഖാല യാ ഖൗമി അബ്ദുല്ലാഹി തുടങ്ങുന്ന ആയത്തിൻ്റെ അവസാനത്തിൽ ഖരീബുൻ മുജീബ്. അതുപോലെ സൂറത്ത് സബയിൻ്റെ 50 ഖുൽ ഇൻ ളലൽതു ഫഇന്നമാ അദില്ലു അലാ നഫ്സി വഇൻ ഇഹ്തദൈതു ഫബിമാ യൂഹി ഇലയ്യ റബ്ബി ഇന്നഹു സമീഉൻ ഖരീബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ നമ്മുടെ ഈ വചനം, അതേപോലെ സൂറത്ത് ഹൂദിൻ്റെ 61, സബയിൻ്റെ 50 ഈ സൂക്തങ്ങളിൽ അള്ളാഹുവിൻ്റെ ഖരീബ് എന്ന നാമം പ്രതിപാദ്യമായിട്ടുണ്ട്. അത് തേടുന്നതും അറിയിക്കുന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. റാസി പറഞ്ഞു റഹ്മത്തുള്ളാഹി അലൈഹി, ജിഹത്ത് കൊണ്ടും മക്കാന് കൊണ്ടുമുള്ള ഖരീബല്ല ഉദ്ദേശം, ഭാഗം, സ്ഥലം അല്ല ഉദ്ദേശം.
അങ്ങനെ ഖരീബല്ല, അടുത്തല്ല. ഉദ്ദേശം അൽ മുറാദു മിൻഹു അൽ ഖുർബ് ബിൽ ഇൽമി വൽ ഹിഫ്ള്, ഹിഫ്ള് കൊണ്ടും ഇൽമു കൊണ്ടുമുള്ള ഖുർബാണ്. അറിഞ്ഞും കാത്തും സംരക്ഷിച്ചുമുള്ള സാമീപ്യമാണ് ഇവിടെ ഉദ്ദേശം. അള്ളാഹിൻ്റെ ഖുർബ്, ഈ ഖരീബ് എന്നുള്ള നാമം അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർബിനെയാണ്, സാമീപ്യത്തെയാണ്. അത് രണ്ട് നിലക്കുണ്ട്. ഒന്ന് ബിഇൽമിഹി, അള്ളാഹിൻ്റെ അറിവ് കൊണ്ടുള്ള ഖുർബ്. ബിഇൽമിഹി അത് എല്ലാ ഖൽഖിനോടും അള്ളാഹ്ക്കുണ്ട്, എല്ലാ പടപ്പുകളോടും അള്ളാഹു ഖരീബാണ്, അവരെ അറിഞ്ഞുകൊണ്ട്. പിന്നൊന്ന് ഖുർബ്, അത് അള്ളാഹുവിൻ്റെ ഖാസായ ഖുർബാണ്. ആദ്യത്തേതുപോലെ ആമായ ഖുർബല്ല. ആ ഖുർബ് അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവോട് ദുആയിരക്കുന്നവരോടുള്ള ഖുർബാണ്. അത് അവർക്ക് ഇജാബത്ത്, ഉത്തരമേകി, അതേപോലെ അവർക്ക് മഊനത്ത്, സഹായമേകി, അതേപോലെ അവർക്ക് ഉദവി, തൗഫീഖ്, എളുപ്പം കനിഞ്ഞുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഖുർബ്. ഇങ്ങനെ അള്ളാഹിൻ്റെ ഖുർബ് രണ്ടുണ്ട്. അൽ ഖുർബുൽ ആം, എല്ലാ പടപ്പുകളെയും അവരറിഞ്ഞുകൊണ്ട് അള്ളാഹു അവരോട് ഖരീബാണ്. പിന്നെ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവോട് ദുആയിരക്കുകയും ചെയ്യുന്നവരോടുള്ള ഖുർബ്, അതാണ് അൽ ഖുർബുൽ ഖാസ്. അത് അവർക്ക് ഉത്തരമേകി, അവർക്ക് സഹായമേകി, അവർക്ക് ഉദവിയേകിയുള്ള അള്ളാഹുവിൻ്റെ ഖുർബ്. ഈ മാനയെയാണ് ഖരീബ് എന്നുള്ള നാമം അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സത്ത കൊണ്ട് അവൻ്റെ അർശിന് മീതെയാണ്. ലമ്മ ഖലഖല്ലാഹുൽ ഖൽഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ, അള്ളാഹു പടപ്പുകളെ പടച്ചപ്പോൾ കതബ കിതാബൻ അലാ നഫ്സിഹി, അള്ളാഹു തൻ്റെ സ്വന്തത്തിൻ്റെ വിഷയത്തിൽ ഒരു രേഖ തയ്യാറാക്കി, ഒരു രേഖ എഴുതി. ഫഹുവ മൗദൂഉൻ ഇൻദഹു, അത് അള്ളാഹു തൻ്റെ അടുക്കൽ വെച്ചു, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വെക്കപ്പെട്ടതാണ്. എവിടെ? ഫൗഖൽ അർഷ്, അർഷിന് മീതെ. അപ്പോൾ അർഷിന് മീതെ അള്ളാഹു തൻ്റെ അടുക്കൽ വെച്ച, തൻ്റെ വിഷയത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയ ഒരു രേഖയെക്കുറിച്ച് പറയാണ്. അതെന്താണ്? ഇന്ന റഹ്മത്തി തഗ്ലിബു ഗദബി എന്നാണ്. എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തേക്കാൾ കൂടുതലാണ്, ജയിച്ച് നിൽക്കുന്നതാണ് എന്നാണ്. അള്ളാഹിൻ്റെ റഹ്മത്താണ് കൂടുതൽ, അള്ളാഹിൻ്റെ കോപമല്ല. സുബ്ഹാന, അല്ലാഹുമ്മ അർഹംനാ ബിറഹ്മതിക വഖിനാ അദാബക വഗദബക. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൂടുതൽ മികച്ചത് എന്നത് അള്ളാഹു എഴുതി തൻ്റെ അടുക്കൽ അർഷിന് മുകളിൽ വെച്ചു എന്നാണ്. അപ്പോൾ അള്ളാഹു എവിടെ? അള്ളാഹു അവൻ്റെ അർഷിന്മേൽ, അള്ളാഹു അർഷിന്മേൽ ഉപവിഷ്ടനാണ്. ഇസ്തവാ അലൽ അർഷ്, അത് വിശുദ്ധ വചനങ്ങളിൽ അള്ളാഹുവെക്കുറിച്ച് വന്നതാണ്. അള്ളാഹു അർഷിന്മേലാണെങ്കിലും അവൻ അവൻ്റെ പടപ്പുകളോട് ഏറെ അടുത്തവനാണ്. എത്രത്തോളം? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, ഹബിലുൽ വരീദിനേക്കാൾ അവനോട് അടുത്തവൻ എന്നാണ്. ഹബിലുൽ വരീദ് എന്ന് പറഞ്ഞാൽ ജീവനാഡി, നമ്മളുടെ കഴുത്തിലൂടെ കൽബിലേക്കുള്ള നാഡി, അതിനേക്കാൾ അടുത്തവൻ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, സൂറത്തുൽ വാഖിയയിൽ അള്ളാഹു പറഞ്ഞില്ലേ, നാം അവനിലേക്ക് നിങ്ങളെക്കാൾ അടുത്തവൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അള്ളാഹു അവൻ അർഷിന്മേലാണെങ്കിലും പടപ്പുകളോട് ഖരീബ്, അള്ളാഹു ഉദ്ദേശിക്കും വിധം, അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. വാനങ്ങൾക്കുപരിയിലാണ് അള്ളാഹുവെങ്കിലും പ്രമാണവചനങ്ങൾ ഈ വിഷയത്തിൽ പ്രതിപാദിച്ചതെന്തോ അത് നമ്മൾ വിശ്വസിക്കുക, സ്ഥിരീകരിക്കുക, ഇതാണ് നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, മസ്സമാവാതു സബ്ഉ വൽ അറാദൂൻ അസ്സബ്ഉ ഫി യദില്ലാ ഇല്ലാ കഖർദലത്തിൻ ഫി യദി അഹദിക്കും. സപ്തവാനങ്ങളും സപ്തഭുവനങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിൽ നിങ്ങളിൽ ഒരാളുടെ കയ്യിലെ കടുകുമണി പോലെയാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞതായി സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു ആസറാണിത്. ഒരാളുടെ കയ്യിൽ ഒരു കടുകുമണി എങ്ങനെ, അതുപോലെയാണ് അള്ളാഹുവിൻ്റെ കയ്യിൽ സപ്തവാനങ്ങളും സപ്തഭുവനങ്ങളും എന്ന് പറയുമ്പോൾ. അതേപോലെ മസ്സമാവാതു സബ്ഉ ഫിൽ കുർസി, അർഷിൻ്റെ കുർസിയിൽ, കുർസി എന്ന് പറഞ്ഞെങ്കിൽ മൗദിഉൽ ഖദം, അർഷിൽ പാദം വെക്കുന്ന സ്ഥാനമാണ് കുർസി. ആ കുർസിയിൽ സപ്തവാനങ്ങൾ ഇല്ലാ കഹലഖത്തിൻ
ബി അർദി ഫലാത്തിൻ, മരുഭൂമിയിൽ ഒരു വളയം എങ്ങനെയാണോ അതുപോലെയായിരിക്കും. വഫദുലുൽ അർഷ് അലൽ കുർസി, കുർസീനെ അപേക്ഷിച്ച് അർഷിൻ്റെ മഹത്വവും വലിപ്പവും കഫദ്ലി തിൽക്കൽ ഫലാഹ് അല തിൽക്കൽ ഹൽക്ക എന്നാണ്. ആ വളയം മരുഭൂമിയിൽ എങ്ങനെയാണോ, മരുഭൂമി അപേക്ഷിച്ചിട്ട് വളയം എത്ര ചെറുതാണ്, അതുപോലെയാണ് അർഷ്. അതേപോലെ തന്നെ കുർസി, അർഷിനെ അപേക്ഷിച്ച് കുർസി വളരെ ചെറുതാണ്. അള്ളാഹു അർഷിന്മേൽ, ആ അർഷിൻ്റെ കുർസിയെക്കുറിച്ചാണ് പറയുന്നത്. ആ കുർസിയിൽ 7 വാനലോകങ്ങൾ മരുഭൂമിയിലെ ഒരു വളയം കണക്കെ മാത്രമാണ് എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അർഷിനുപരിയിലാണ്. ആ അർഷിനെക്കുറിച്ച് പ്രമാണവചനങ്ങൾ പറഞ്ഞതാണ് ഇത്. നമ്മളുടെ മേൽ ബാധ്യതയായത് അള്ളാഹു തന്നെ കുറിച്ച് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവെക്കുറിച്ച് പറഞ്ഞത്. അതെന്തോ അതുപടി വിശ്വസിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തന്നെക്കുറിച്ച് പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ പറഞ്ഞു, അന്നഹു സുബ്ഹാനഹു വ തആല ഫൗക സമാവാതിഹി അലാ അർഷിഹി, അള്ളാഹു അവൻ്റെ ആകാശങ്ങൾക്ക് മീതെ അർഷിനുപരിയിലാകുന്നു. അലിയുൻ അലാ ഖൽഖിഹി, തൻ്റെ പടപ്പുകൾക്ക് മീതെ ഉന്നതനായി. വഹുവ മഅഹും സുബ്ഹാനഹു, അവൻ അവരോടൊപ്പമാണ്. സുബ്ഹാനഹു ഐനമാ കാനു, പടപ്പുകൾ അവർ എവിടെയാണെങ്കിലും, പടപ്പുകൾക്കുപരിയിൽ സപ്തലോകങ്ങൾക്ക് മീതെ അർഷിനുപരിയിലാണ് അള്ളാഹു. പക്ഷേ അള്ളാഹു അതോടൊപ്പം പടപ്പുകൾ എവിടെയാണെങ്കിലും അവരോടൊപ്പമാകുന്നു. യഅലമു മാ ഹും ആമിലൂൻ, അവർ എന്ത് പ്രവർത്തിക്കുന്നവരാണോ അത് അറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം എന്നാണ്. ഇതാണ് തെളിവുകൾ അറിയിക്കുന്നത്. നമ്മൾ അത് തെളിവുകൾ എന്തറിയിക്കുന്നുവോ അത് അങ്ങനെ വിശ്വസിക്കുന്നു. അള്ളാഹു അർശിന് മീതെയാണെന്നതും പടപ്പുകളോടൊപ്പം അവരെ അറിഞ്ഞുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്നതും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു വചനത്തിൽ കോർത്തു പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, കമാ ജമഅ ബൈന ദാലിക ഫീ ഖൗലിഹി, ഏതാണ് ആ വചനം? ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാ വമാ യഅറുജു ഫീഹാ വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. ഇതിൽ അള്ളാഹു എന്താ പറയുന്നത് ഈ വചനത്തിൽ? വാനങ്ങളെയും ഭുവനങ്ങളെയും അള്ളാഹു പടച്ചു, എന്നിട്ട് 6 ദിവസങ്ങളിലായി. എന്നിട്ട് അവൻ അർഷിനു മീതെ ഉപവിഷ്ടനായി. സുമസ്തവ അലൽ അർഷ്, അപ്പോൾ അള്ളാഹു അർഷിനു മീതെയാണ്. എന്നിട്ട് അള്ളാഹു തന്നെ കുറിച്ച് പറയുകയാണ്, യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാ, ഭൂമിയിൽ പ്രവേശിക്കുന്നത് അള്ളാഹു അറിയുന്നു, ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത് അള്ളാഹു അറിയുന്നു, വാനത്തിൽ നിന്ന് ഇറങ്ങുന്നത് അള്ളാഹു അറിയുന്നു, വമാ യഅറുജു ഫീഹാ, വാനത്തിലേക്ക് കയറുന്നത് അള്ളാഹു അറിയുന്നു, വഹുവ മഅകും, അവൻ നിങ്ങളുടെ കൂടെയാണ്, ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും, വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സസൂക്ഷ്മം അറിയുന്നവനും കാണുന്നവനുമാകുന്നു. ആ അവസ്ഥയിൽ വല്ലാഹു ബിമാ തഅമലൂന ബസീർ, ആ അവസ്ഥയിൽ അള്ളാഹു നിങ്ങളോടൊപ്പമാകുന്നു, നിങ്ങൾ എവിടെയാണെങ്കിലും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു അർഷിന്മേൽ ഉപവിഷ്ടനെന്നറിഞ്ഞു, അറിഞ്ഞുകൊണ്ട് അള്ളാഹു എല്ലാവരുടെ കൂടെയും എന്നും അറിഞ്ഞു. നമ്മളത് വിശ്വസിക്കുക. ഇതിനർത്ഥം അള്ളാഹു എല്ലാവരുടെയും കൂടെ എന്ന് പറഞ്ഞാൽ പടപ്പുകളിലെല്ലാം സന്നിവേശിച്ചുകൊണ്ട്, പടപ്പുകളിലെല്ലാം കലർന്നുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്നല്ല. അതൊരിക്കലും ഉദ്ദേശമല്ല, അത് ശരിയുമല്ല, ഭാഷയുടെ തേട്ടവുമല്ല. സച്ചരിതരായ പൂർവികർ ഐക്യപ്പെട്ടതിനെതിരായ വിഷയമാണത്, വിശ്വാസമാണത്. അള്ളാഹു എല്ലാത്തിലും സന്നിവേശിച്ചിരിക്കുന്നു. ഈശൻ്റെ വാസം ഇതം സർവം എന്ന് പറയുന്നത്, ഈശാവാസം ഇതം സർവം, അത് ശരിയല്ല. പടപ്പുകളിൽ നിന്ന് വേറിട്ടാണ് പടച്ച റബ്ബ് അവൻ്റെ മഹിതമായ സത്ത കൊണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഈ വിഷയം മനസ്സിലാക്കാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ ഒരു ദൃഷ്ടാന്തമായ ചന്ദ്രൻ സൃഷ്ടികളിൽ ഒരു ചെറിയ സൃഷ്ടിയാണ്. അത് സൃഷ്ടിക്കപ്പെട്ടത് സമായിലാണ്, അത്യുന്നതങ്ങളിലാണ് ചന്ദ്രൻ. പക്ഷേ ഒരു യാത്രക്കാരൻ യാത്ര ചെയ്യുമ്പോൾ ചന്ദ്രൻ ആ യാത്രക്കാരൻ്റെ കൂടെയാണ്. എവിടെ പോകുന്നു അവിടെയൊക്കെ കൂടെ ചന്ദ്രൻ. പക്ഷെ ചന്ദ്രൻ ഈ ആളിൽ കലർന്നോ, അയാൾ ഉള്ളയിടത്ത് കലർന്നോ അല്ലല്ലോ കൂടെ. പിന്നെയോ വാനത്തിനുപരിയിൽ അള്ളാഹുവിൻ്റെ ഒരു അത്യുന്നതങ്ങളിൽ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. പക്ഷേ അത്
ഒരാൾ സഞ്ചരിക്കുമ്പോൾ അയാളുടെ കൂടെ എന്ന് പറഞ്ഞാൽ അയാളിൽ സന്നിവേശിച്ചോ അയാളിൽ അവതരിച്ചോ അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉപമകളും ഉദാഹരണങ്ങളും പാടില്ല. പക്ഷേ വിഷയം മനസ്സിലാക്കാൻ ഒരു ചിത്രീകരണമാണിത്. അപ്പോൾ അള്ളാഹു അർശിന് മുകളിൽ, അള്ളാഹു എല്ലാവരോടൊപ്പം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പടപ്പുകളിൽ കലർന്നുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു സാമീപ്യം അത് അറിയിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ട്, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്, അള്ളാഹു ഉത്തരം കനിഞ്ഞുകൊണ്ട്, ഉദവിയും തുറവിയും അരുളിയും കൊണ്ട് അള്ളാഹു ഖരീബാകുന്നു എന്നുള്ളതാണ് ഫഇന്നി ഖരീബ് എന്നത് അറിയിക്കുന്നത്. ഒരു യുദ്ധയാത്രയിൽ ഉറക്കെ ദുആ ചെയ്യുകയും തക്ബീർ മുഴക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ അകന്നവനോടോ ബദിരനോടോ അല്ല തേടുന്നത്, സസൂക്ഷ്മം കേൾക്കുന്ന കാണുന്ന അള്ളാഹുവോടാണ് നിങ്ങൾ ദുആ ഇരക്കുന്നത്. ഇന്നല്ലദീ തദ്ഊന അഖ്റബു ഇലാ അഹദികും മിൻ ഉനുഖി റാഹിലതി, നിങ്ങൾ തേടുന്നവനായ അള്ളാഹു നിങ്ങളുടെ യാത്രാമൃഗത്തിൻ്റെ പിരടിയേക്കാൾ നിങ്ങളോട് അടുത്തവനാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കൊക്കെ ഖരീബാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ ജവാബിൻ്റെ ഫഇന്നി ഖരീബുൻ എന്നതിൻ്റെ തുടർച്ചയിൽ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഫലിയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.